മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തിരക്കാണ് ശബരിമലയിൽ ഇപ്പോഴുള്ളത്. 1,13,168 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. തിരക്കിനെ തുടർന്ന് പമ്പയിലും എരുമേലിയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ 5 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഇതുവരെയുണ്ടായതിൽ ഏറ്റവും വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. 1,13,168 പേരാണ് ഇന്നലെ ദർശനത്തിനായി സന്നിധാനത്തെത്തിയതെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നലെ വലിയ തിരക്കായിരുന്നു രാത്രിയിൽ അനുഭവപ്പെട്ടത്. എരുമേലിയിലും നിലയ്ക്കലും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പമ്പയിൽ നിന്നും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലത്തെ സാഹചര്യം അല്പം വ്യത്യസ്തമാണ്. ഇവിടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പമ്പയിൽ നിന്ന് നിശ്ചിത ഇടവേളകളിലാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. പക്ഷേ ഇവിടെയും കാര്യമായ ബുദ്ധിമുട്ടുകളില്ല. ശബരിപീഠം മുതൽ പക്ഷേ ഇവിടെ ക്യൂ ആരംഭിക്കുന്നുണ്ട്. ശബരിപീഠം മുതൽ കൃത്യമായ ഇടവേളകളിലാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. ഇന്നലത്തെ അത്ര തിരക്കില്ലെങ്കിലും 7-8 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിൽ ഇപ്പോഴുള്ളത്. ഇന്നലെ തിരക്ക് നിയന്ത്രണാതീതമാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പോലീസ് പറയുന്നത് സന്നിധാനത്തെത്തിയ തീർത്ഥാടകർ ഇവിടെ തന്നെ തമ്പടിച്ച് തുടർന്ന് പല തവണ ഇവിടെ ദർശനത്തിനായി സിവിൽ ദർശനത്തിനായി പല തവണ കാത്തുനിന്നു എന്നുള്ളതാണ്. അത് 18-ാം പടി വഴി തീർത്ഥാടകരെ കയറ്റിവിടുന്നതിനും ആ ഒരു തിരക്ക് ബാധിച്ചു. സ്വാഭാവികമായിട്ടും ഇത്രയും ദൂരെ നിന്ന് വരുന്ന തീർത്ഥാടകർ പലതവണ കാണാൻ ദർശനത്തിന് ശ്രമിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അത് കൂടുതൽ പേർ ഇതേപോലെ തന്നെ ഒരുപാട് തവണ ദർശനത്തിനായി വരി നിൽക്കുകയും തിരക്ക് കൂട്ടുകയും ചെയ്തതോടെ ആ തിരക്ക് നിയന്ത്രണാതീതമാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ പല വഴികളിലൂടെ തീർത്ഥാടകർ സാധാരണ ഈ പമ്പയിൽ നിന്നും അതുപോലെ മരക്കൂട്ടത്തുമൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് പല വഴികളിലെ കാട്ടുവഴികളിലേക്ക് എത്തി ആ വരികളിൽ എത്തിച്ചേർന്നതും തിരക്ക് കൂട്ടാനുള്ളൊരു കാരണമായിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. എന്നാണെങ്കിലും രാവിലത്തെ സാഹചര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. രാവിലെ ഇന്നലത്തെ അത്ര തിരക്കില്ല. പക്ഷേ ഇപ്പോഴും 7-8 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നലത്തെ പോലത്തെ ഒരു തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിയന്ത്രണങ്ങളും അതിനുവേണ്ട മുൻകരുതലുകളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.